സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന സർവീസിലുള്ള അധ്യാപകർക്കുള്ള സ്പെഷ്യൽ കേട്ടറ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളൊരു 10-15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുന്നേ ഉള്ള ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ നോക്കാം. അതിന് തൊട്ട് പിന്നാലെ തന്നെയായിട്ട് അതിലെ മറ്റു കാറ്റഗറീസിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: കുട്ടികളുടെ സഹജമായ ഭാഷാ കഴിവ് വിശദീകരിക്കുന്നതിനായി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഒന്നുമില്ല, ലാഡ് അഥവാ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതേ ഉള്ളൂ. അത് നമുക്കത് ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടാവും. കാരണം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആരാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കൊണ്ടുവന്നത്? ആരാണ്? ഒരു സംശയവും വേണ്ട. ഇവിടെ ഓപ്ഷൻ ഉണ്ട്: പിയാഷെ, ചോംസ്കി, സ്കിന്നർ, വൈഗോസ്കി എന്നൊക്കെ കാണും. ആൻസർ വരുന്നത് ചോംസ്കി ആണ്. ഓക്കെ, ചോംസ്കി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ചോംസ്കി ആണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കൊണ്ടുവന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കഴിഞ്ഞ സെഷനിൽ തന്നെ പറഞ്ഞതാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ വായിക്കും, കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അടുത്തത്: ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ നോയൽ ശാസ്ത്രത്തിലും ഗണിതത്തിലും മികവ് പുലർത്തുന്നു, എന്നാൽ സാമൂഹിക ഇടപെടലുകളിൽ ബുദ്ധിമുട്ട് നേരിടുന്നു. ഗാർണറിന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടിക്ക് എന്താണ് പറ്റിയെന്നാണ് ചോദിക്കുന്നത് അല്ലെ. നോയൽ എന്ന് വെച്ചാൽ ഹൈസ്കൂൾ സ്റ്റുഡൻസ് excels in science and math but struggles in social interactions. According to Gardner, the student likely has. എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം? നമുക്ക് നോക്കാം. ശക്തമായ ഗണിത യുക്തി ചിന്താ ബുദ്ധിയുണ്ട് അല്ലെ, സ്ട്രോങ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. നെക്സ്റ്റ്, ശക്തമായ അസ്തിത്വപര ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ സ്ട്രോങ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഓപ്ഷൻ സി, ശക്തമായ പ്രകൃതിപര ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ സ്ട്രോങ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ആൻഡ് ഓപ്ഷൻ ഡി, ശക്തമായ വ്യക്തിയാന്തര ബുദ്ധിയുണ്ട്, മീൻസ് സ്ട്രോങ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അപ്പൊ ഇവിടെ കുട്ടീന്റെ പ്രശ്നം നോക്കിയേ, സയൻസിലും മാത്സിലും ഒക്കെ അത്രയും താല്പര്യമാണ്, അത്രയും അവൻ എന്തുണ്ട്, കഴിവുണ്ട് അല്ലെ, മികവ് പുലർത്തുന്നുണ്ട്. എന്നാൽ സോഷ്യൽ ഇന്ററാക്ഷൻസിൽ നേരെ പിന്നോട്ടാണ്. അപ്പൊ അവൻ ഏത് ബുദ്ധിയായിരിക്കും? ഗാർഡനറുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലേ ഹവാർഡ് ഗാർഡനർ. അപ്പോൾ ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി നോയൽ എന്ന് പറയുന്ന കുട്ടി ഏതായിരിക്കും അവനിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എളുപ്പത്തിൽ പറയാൻ പറ്റും. ആൻസർ ഏതാ വരിക? അവന്റെ ഉള്ളത് എന്താണ്? ഒരു സംശയത്തിന്റെ ആവശ്യമില്ല, ശക്തമായ ഗണിത യുക്തി ചിന്തയുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് സ്ട്രോങ് ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിച്ച ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ്, ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. അതിന് യോജിച്ച് ഏതൊക്കെയാണെന്നാണ്: അധ്യാപകൻ ഉറക്കെ വായിക്കുന്നു, വിദ്യാർത്ഥികൾ നിശബ്ദരായി ശ്രദ്ധിക്കുന്നു. അടുത്തത്, അക്ഷരവിന്യാസം മനഃപ്പാഠമാക്കുന്നു. പിന്നെ ശാസ്ത്ര പ്രൊജക്ട് ചെയ്യുവാൻ കുട്ടികൾ കൂട്ടമായി ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ബോർഡ് നോക്കി ഉത്തരങ്ങൾ പകർത്തി എഴുതുന്നു. എല്ലാവരും മനസ്സിലാക്കുക, ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് അറിയുന്നില്ലേ? കുട്ടിക്കാണ് പ്രാധാന്യം അല്ലേ, ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ആളുകൾക്കൊന്നും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അവർ ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ശിശു കേന്ദ്രിത വിദ്യാഭ്യാസം നമുക്ക് ഏതൊക്കെ അവിടെ അത് യോജിച്ചായിട്ട് പറയാൻ പറ്റുക? ഒന്ന്, അധ്യാപകൻ ഉറക്കെ വായിക്കുന്നു, വിദ്യാർത്ഥികൾ നിശബ്ദരായി ശ്രദ്ധിക്കുന്നു അല്ലെ, ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ അതെന്തില്ല, അത് ഇതിൽ വരുന്നതല്ല. അടുത്തത്, അക്ഷരവിന്യാസം മനഃപ്പാഠമാക്കുന്ന പരിപാടിയെ അവിടെ ഇല്ല, അത് ആദ്യം മനസ്സിലാക്കുക അല്ലെ, അതും വരില്ല. നെക്സ്റ്റ്, ശാസ്ത്ര പ്രൊജക്ട് ചെയ്യുവാൻ കുട്ടികൾ കൂട്ടമായി ജോലി ചെയ്യുന്നു. ശാസ്ത്ര പ്രൊജക്ട്, സയൻസ് പ്രൊജക്ട് ഒക്കെ കുട്ടികൾ കൂട്ടമായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, കുട്ടിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലാസ്റ്റ് നോക്കിയേ, കുട്ടികൾ ബോർഡ് നോക്കി ഉത്തരങ്ങൾ പകർത്തി എഴുതുന്നു. അത് ചൈൽഡ് സെന്റേർഡ് ഒന്നല്ല അല്ലെ, വെറുതെ ഇങ്ങനെ എഴുതുക, അതൊന്നും അതിൽ വരില്ല. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ശാസ്ത്ര പ്രൊജക്ട് ചെയ്യുവാൻ കുട്ടികൾ കൂട്ടമായി ജോലി ചെയ്യുന്നു. അത് കുട്ടികൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ്, കുട്ടികളാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു കുട്ടി ഇംഗ്ലീഷിലെ ഗേവിന് പകരം തെറ്റായി ഗിവ്ഡ് എന്ന് പറയുന്നു. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഈ പിശകിനെ എങ്ങനെ കരുതാം? എ ചൈൽഡ് സേസ് ഗിവ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗേവ്. അക്കോർഡിംഗ് ടു ചോംസ്കി, ദിസ് എറർ സജസ്റ്റ്. ഓപ്ഷൻസ്: ക്രിയകളെ കുറിച്ച് ധാരണയില്ലായ്മ ഓർ നോൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വേർബ്സ്, അനുകരണത്തിന്റെ അഭാവം ലാക്ക് ഓഫ് ഇമിറ്റേഷൻ, മോശം സ്കൂൾ വിദ്യാഭ്യാസം ഓർ പുവർ സ്കൂളിംഗ്, അതുപോലെ തന്നെ സ്വതസിദ്ധമായ വ്യാകരണങ്ങളുടെ ഉപയോഗം, യൂസ് ഓഫ് ഇനൈറ്റ് ഗ്രാമറ്റിക്കൽ റൂൾസ്. ഇവിടെ ആൻസർ ചെയ്ത് വരിക, ശരിക്ക് ഗിവ്ഡ് എന്താണ് കുട്ടി ഗെയ്വ് എന്ന് പറയുന്നതിന് പകരം അവൻ എന്ത് ചെയ്യുന്നു, ഗിവ്ഡ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവൻ കളിച്ചു എന്നില്ല, പ്ലേഡ് എന്നോ അല്ലെ, ആ രീതിയിലൊക്കെ അവൻ എന്താണ് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതേ ഒരു ഫ്ലോയിൽ തന്നെ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗിവ് എന്നുള്ളതിന് അവൻ ഗിവ്ഡ് എന്ന്, അതായത് ഗെയ്വ് എന്ന് പറയുന്നതിന് പകരം
ഗിവ്ഡ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ പ്ലേഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതേ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു പോയതായിരിക്കും. അപ്പൊ ഇതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഇതിനെ പറയുന്നതാണ് സ്വതസിദ്ധമായ വ്യാകരണങ്ങളുടെ ഉപയോഗമാണ്. ഇവിടെ വ്യാകരണങ്ങളാണ് വരിക. കാരണം ചോംസ്കി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു എന്താണ് യൂണിവേഴ്സൽ ഗ്രാമറ്റിക്കൽ തിയറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരാളാണ്. അതിൽ ഉൾപ്പെടുന്നതാണ് ഇത്. യൂസ് ഓഫ് ഇന്നേറ്റ് ഗ്രാമറ്റിക്കൽ റൂൾസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ചിലപ്പോൾ ക്രിയകളെ കുറിച്ചുള്ള ധാരണയില്ലായ്മ എന്നൊക്കെ നമുക്ക് തോന്നും, ശ്രദ്ധിക്കണം. അടുത്തത്, സ്പിയർമാന്റെ ദ്വിഘടക ബുദ്ധി സിദ്ധാന്തത്തിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ്? ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ദ്വിഘടകം അല്ലെ, സ്പിയർമാൻസ് ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ഇൻക്ലൂഡ്സ്. എന്താണ് ടു ഫാക്ടർ തിയറി? നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ഫാക്ടർ അവിടെ ഉള്ളത് അല്ലെ, ഒരു ജി ഫാക്ടറും ഒരു എസ് ഫാക്ടറും. സംശയമൊന്നുമില്ലല്ലോ. ഒരു ജനറൽ ഫാക്ടറും ഒരു സ്പെസിഫിക് ഫാക്ടറും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിന്റെ ഫുൾ ഫോം അടക്കം വേണം. ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും ആണ്, പൊതു ഘടകവും നിർദ്ദിഷ്ട ഘടകവും. അപ്പൊ ആൻസർ ഓപ്ഷൻ ഇവിടെ സി ആണ് വരുന്നത്. അത് നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. സ്പിയർമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ജിയും ഒരു എസും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരണം. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നോക്കേ, താഴെ പറയുന്നവയിൽ ഏതാണ് പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായിട്ടുള്ളത്? നമ്മൾ വിലയിരുത്തലിനൊക്കെ അന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൃത്യമായിട്ട് ടോപ്പിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, കണ്ടു പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് ആൻസർ പെട്ടെന്ന് കിട്ടും. എന്താണ് താഴെ പറയുന്നവയിൽ ഏതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ? പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് വെച്ചാൽ പഠനം നടക്കുമ്പോൾ തന്നെ ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ, നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ ചെയ്യുന്നത്. അത് പഠനത്തെ വിലയിരുത്തലാണ്. ഇത് പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. നോക്കാം, പ്രതിവാര ക്വിസുകൾ, വാർഷിക പരീക്ഷ, ഗ്രേഡിംഗ് റിപ്പോർട്ട് കാർഡ്, പ്രീ ബോർഡ് പരീക്ഷ. ഏതാ വരുക? പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ എന്തായാലും വാർഷിക പരീക്ഷ ഒന്നും അതിൽ ഉൾപ്പെടുന്നില്ല. അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പഠനത്തെ വിലയിരുത്തലാണ്. ഇവിടെ ആൻസർ പ്രതിവാര ക്വിസുകളാണ് വരിക. ഓക്കെ, ക്വിസുകൾ എന്നുള്ളതാണ്, പ്രതിവാര ക്വിസുകൾ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതാണ് കൃത്യമായിട്ട് ഈ തന്നിരിക്കുന്നതിലെ പഠനത്തെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, പഠനത്തിനായുള്ള വിലയിരുത്തലിനെ നമുക്ക് പറയാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. വൈഗോസ്കിയുടെ അഭിപ്രായത്തിൽ ഏത് സാഹചര്യത്തിലാണ് പഠനം ഏറ്റവും അനുയോജ്യമായി മാറുന്നത്? അക്കോർഡിംഗ് ടു വൈഗോസ്കി, ലേണിംഗ് ഈസ് മോർ എഫക്റ്റീവ് വെൻ ഇറ്റ് ഒക്കേഴ്സ്. എപ്പോഴാണ്? വൈഗോസ്കിയുടെ അഭിപ്രായത്തിലാണ് ലേണിംഗ് ഏറ്റവും അനുയോജ്യമായിട്ട് മാറുന്നത് എപ്പോഴാണെന്നാണ്. നോക്കാം, അനുബന്ധനം വഴി ഓർ ബൈ കണ്ടീഷനിങ്, ZPD നടക്കുമ്പോൾ അല്ലെ, വിത്തിൻ ദി ZPD, പിന്നെ LAD അകത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ വിത്തിൻ LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്. ഓക്കെ, അടുത്തത് തനിച്ച് പഠിക്കുമ്പോൾ ഓർ ഇൻ ഐസൊലേഷൻ. ഇതിൽ വൈഗോസ്കിയുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും അല്ലെ. എപ്പോഴാണ് കിട്ടുക? പഠനം പിന്നെ ഏറ്റവും അനുയോജ്യമായി നടക്കുന്നത് ZPD അകത്ത് നടക്കുമ്പോഴാണ് അല്ലെ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. അവിടെയാണ് പഠനം കാര്യക്ഷമമായിട്ട് നടക്കുക. നിങ്ങൾക്കറിയാലോ എന്താണ് ZPD എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, വൈഗോസ്കിയുടെ ടോപ്പിക് അറിയാത്തവരുണ്ട്, കൃത്യമായിട്ട് ഇപ്പൊ തന്നെ നമ്മൾ പ്ലേലിസ്റ്റ് പോവുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ? A child with dyslexia may have difficulty in which of the following areas? ഏതാ വരുക? ഡിസ്ലെക്സിയ ആണ്. ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് വരണം അത് എന്താണെന്നുള്ളത്. എഴുത്ത് വൈകല്യമല്ല അല്ലെ. ഡിസ്ലെക്സിയ മീൻസ് എന്താണ് വരുക? എന്ത് വൈകല്യമാണ്? ഡിസ്ഗ്രാഫിയും ഡിസ്ലെക്സിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, എഴുത്ത് വൈകല്യം ഡിസ്ഗ്രാഫിയാണ്, ഇത് വായനാ വൈകല്യമാണ് ഡിസ്ലെക്സിയ. നോക്കാം, ഓടാനും തുള്ളിക്കളിക്കാനും ആ ഒരു ബുദ്ധിമുട്ടാണോ ഡിസ്ലെക്സിയ? നെക്സ്റ്റ്, ഗണിത പ്രശ്നങ്ങൾ ചെയ്യുന്നതിന്, പിന്നെ ഒഴുക്കോടെ വായിക്കുന്നതിനും വാക്കുകൾ തിരിച്ചറിയുന്നതിനും, പിന്നെ എന്താണ് സംസാരിക്കുന്ന ഭാഷ മനസ്സിലാകുന്നതിന്. അപ്പൊ ഇതിൽ ഡിസ്ലെക്സിയ ഏതിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം വായനാ വൈകല്യമാണ് അല്ലെ. വായനാ വൈകല്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒഴുക്കോടെ വായിക്കുന്നതിനും അതുപോലെ വാക്കുകൾ പിന്നെ നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ശരിക്കും ഡിസ്ലെക്സിയ. ശരിക്കും ഒരു വായനാ വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റീസ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണേ, എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഗണിത പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? ഡിസ്കാൽക്കുലിയാണ്. ഓക്കെ, സംസാരിക്കുന്ന ഭാഷ മനസ്സിലാകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്ഫേസിയാണ് അല്ലെ. ഓടാനും തുള്ളിക്കളിക്കുന്നതൊക്കെ ഡിസ്പ്രാക്സിയാണ്. ബോഡി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഡിസ്പ്രാക്സിയാണ്. നെക്സ്റ്റ്, കുട്ടികളെ വിഭ്രജന ചിന്തയിലേക്ക് നയിക്കുവാൻ താഴെ പറയുന്ന ഏതെല്ലാം ചോദ്യങ്ങൾക്ക് സാധിക്കും? വിഭ്രജന ചിന്ത വെച്ചാൽ ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഓക്കെ, വിച്ച് among the following questions leads to divergent thinking among children? ഏതിനൊക്കെ വരുക? അതിലേക്കാണ് കുട്ടികളെ ഡൈവേർജന്റ് അഥവാ വിഭ്രജന ചിന്തയിലേക്കാണ് എത്തിക്കേണ്ടത്. അപ്പൊ വിഭ്രജന ചിന്ത എന്ന് വെച്ചാൽ ഡൈവേർട്ട് ചെയ്ത് പോവാണ്. അതായത് ഒരു പോയിന്റിലേക്ക് അവരുടെ ചിന്തയെ നമ്മൾ ഫോക്കസ് ചെയ്യില്ല. അവർ പല വഴി ആലോചിക്കും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൊടുത്താൽ പല വഴി ആലോചിച്ച് പലരും പല രീതിയിലുള്ള ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും പറയുക. ഇപ്പൊ ഒരു മരത്തിന് ഒന്നും ഒരു സാധനം നിങ്ങൾ കൊടുത്തിട്ട് ഒരു സ്റ്റോറി എഴുതാൻ പറയുകയാണ്. എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ലോ എഴുതും അല്ലെ. ഓരോരുത്തരും അവരുടെ ചിന്തയ്ക്ക് അനുസരിച്ച് പല രീതിയിലുള്ള കഥകളായിരിക്കും നമുക്ക് എഴുതി തരിക. എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം കൊടുത്തിട്ട് എക്സാമ്പിൾ ഇപ്പൊ 3 + 5 = എത്രയാണെന്ന് ചോദിച്ചാൽ ഓരോ കുട്ടികളും ഓരോ ഉത്തരം പറയില്ലല്ലോ. എല്ലാവർക്കും ഒരു ആൻസറേ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതൊന്നല്ല കൺവെർജന്റ്. അപ്പോൾ ഡൈവേർജന്റ് തിങ്കിങ് വെച്ചാൽ ഡൈവേർട്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ്, പല വഴി. ഇവിടെ നോക്കിയേ, അതിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയേ.
ഒരു പേപ്പർ ക്ലിപ്പിനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനാകും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പേപ്പർ ക്ലിപ്പിനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? നെക്സ്റ്റ്, മനുഷ്യർക്ക് പക്ഷികളെ പോലെ പറക്കുവാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും? നെക്സ്റ്റ്, ഒരു ദിവസം അദൃശ്യനാവാൻ സാധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു പേപ്പർ ക്ലിപ്പിനെ എന്തെല്ലാം തരത്തിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും? എല്ലാ കുട്ടികളും അല്ലെങ്കിൽ നിങ്ങൾ ആരോട് ചോദിച്ചാൽ എല്ലാവരും ഒരേ ആൻസർ ആണോ പറയുക? പലർക്കും പല രീതിയിലുള്ള ആൻസർ അല്ലേ വരും. ഒരു പേപ്പർ ക്ലിപ്പ് കൊടുത്താൽ ഒരാൾ ഓരോ രീതിയിലുള്ള യൂസസ് ആയിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും അല്ലേ? ഒരാൾക്ക് ഇമാജിനേഷൻ വഴിയൊക്കെ പലതും നമുക്ക് പറഞ്ഞു തരും, പല ആൻസേഴ്സ് കിട്ടും. അതായത് ഡൈവേർജന്റ് തിങ്കിങ് അവിടെ ഡെവലപ്പ് ചെയ്യും കുട്ടികളിൽ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്, ഇത് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും ഡൈവേർജന്റ് തിങ്കിങ്ങിന്. നെക്സ്റ്റ്, മനുഷ്യർക്ക് പക്ഷികളെ പോലെ പറക്കുവാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ 5 കുട്ടികളോട് മാറി മാറി ചോദിച്ചു നോക്കിയേ, പക്ഷികളെ പോലെ പറക്കാൻ സാധിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? ഓരോ കുട്ടിയും ഓരോ തരത്തിലായിരിക്കും പറയുക അല്ലേ? അവരുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വരും, പല രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ട് ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് ഡൈവേർജന്റ് തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഒരു ദിവസം അദൃശ്യനാകാൻ സാധിച്ചാൽ അല്ലെ, ക്ലിയർ ഇൻവിസിബിൾ ആവാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യും? അവിടെ ഒന്ന് ആലോചിച്ചൊക്കെ, എല്ലാവരും ഒരേപോലെയാണോ പറയുക? പലരും പല രീതിയിലാണ് പറയുക. മീൻസ് ഇത് 3ഉം വരും അല്ലെ? ഇതൊക്കെ എന്തിനാണ് ഡൈവേർജന്റ് തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ 1, 2 and 3 ഓക്കെ, ഇത് ഓപ്ഷൻ എ ആണ് വരിക. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. സങ്കീർണത വർദ്ധിക്കുന്നതിന് അനുസരിച്ച് വിഷയങ്ങൾ വീണ്ടും പുനഃസന്ദർശനം നടത്തുന്നത് ഏത് സമ്പ്രദായത്തിലാണ്? റിവൈസിംഗ് ടോപ്പിക്സ് അറ്റ് ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഈസ് ഫോളോവഡ് ഇൻ. സങ്കീർണത വർദ്ധിക്കുന്നതിനനുസരിച്ച് വിഷയങ്ങൾ വീണ്ടും പുനഃസന്ദർശനം നടത്തുന്നത് ഏത് സമ്പ്രദായത്തിലാണെന്നാണ് ചോദിച്ചത്. ഹിഡൻ കരിക്കുലം, രേഖീയ കരിക്കുലം മീൻസ് ലീനിയർ കരിക്കുലം, പിന്നെയോ സർപ്പിള കരിക്കുലം, സ്പൈറൽ കരിക്കുലം, അതുപോലെ ശൂന്യ കരിക്കുലം, നൾ കരിക്കുലം. ഏതിലാ വരിക? സങ്കീർണത വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? സങ്കീർണത വർദ്ധിക്കുന്നതിനനുസരിച്ച് വിഷയങ്ങൾ വീണ്ടും പുനഃസന്ദർശനം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് യാതൊരു സംശയം വേണ്ട, നമ്മൾ സ്പൈറൽ കരിക്കുലത്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. സ്പൈറൽ അല്ലെങ്കിൽ സർപ്പിള കരിക്കുലം എന്നുള്ളതാണ് ആൻസർ കേട്ടോ. സർപ്പിള കരിക്കുലം, സങ്കീർണത എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലേക്ക് നിങ്ങൾ പോവുക. അടുത്ത ആൻസർ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായത് കണ്ടെത്തുക. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പ്രസ്താവനകൾ, ശരിയായതാണ് വേണ്ടത്. 1, 2 തന്നിട്ടുള്ളത്. പഠനത്തിനായുള്ള വിലയിരുത്തലിന് ദൈനംദിന ചോദ്യങ്ങൾ ഒരു ഉദാഹരണമാണ്. പഠനത്തിനായുള്ളതാണ്. നെക്സ്റ്റ്, പഠന വിലയിരുത്തലിന് ഒരു ഉദാഹരണമാണ് ഓരോ ടേമിന്റെയും അവസാന പരീക്ഷ. അപ്പൊ ഏതാ വരിക? 2 ശരിയാണോ അല്ല 1 മാത്രമാണ് ശരി, 2 മാത്രമാണ് ശരി എന്നുള്ളതാണ്, അല്ലെങ്കിൽ 2 തെറ്റാണോ എന്നാണ് നമുക്ക് പറയേണ്ടത്. 1, പഠനത്തിനായുള്ള വിലയിരുത്തൽ. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുന്നേ സംസാരിച്ച തന്നെയാണ്. പഠനം നടക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ നമ്മൾ ചെയ്തു പോകുന്നതാണ് അല്ലേ? അപ്പൊ നോക്കിയാൽ പഠനത്തിനായുള്ള വിലയിരുത്തലിന് ദൈനംദിന ചോദ്യങ്ങൾ ഒരു ഉദാഹരണമാണ്. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ആൻസർ 1 കറക്റ്റ് ആണ്. നെക്സ്റ്റ്, പഠന വിലയിരുത്തലിന് ഒരു ഉദാഹരണമാണ് ഓരോ ടേമിന്റെയും അവസാന പരീക്ഷ. അത് പഠനത്തെ വിലയിരുത്തലാണ് അല്ലെ? പഠനത്തെ വിലയിരുത്തലാണ്. ഒരു ടേം കഴിയുന്നു, അപ്പോൾ ഒരു എക്സാം നടത്തുന്നു, അപ്പോൾ അതുവരെ എന്ത് പഠിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ അവിടെ വിലയിരുത്തുന്നത്. അതും കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 1ഉം 2ഉം ശരിയാണെന്ന് പറയാം. 1ഉം 2 ഓപ്ഷൻ എ തന്നെയാണ് വരിക. 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോകുന്നത്, നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണം. നമ്മൾ എന്താ ചെറിയ സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സ്പീഡ് പോകുന്നത്. ഓക്കെ, നമ്മൾ എക്സാം ആയല്ലോ, അതുകൊണ്ടാണ്. അടുത്തത്, പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷതകൾ തിരിച്ചറിയുക. Identify the key features of activity used learning. Okay, അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. സോറി അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസം അഥവാ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിന്റെ സവിശേഷതയാണ് വേണ്ടത്. നോക്കാം. ചെയ്തുകൊണ്ട് പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ്. ശിശു കേന്ദ്രീകൃത സമീപനം, ചൈൽഡ് സെന്റേഡ് അപ്രോച്ച്. സജീവ പങ്കാളിത്തം അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ആൻഡ് ഓപ്ഷൻ ഡി, മനഃപാഠമാക്കൽ, റോട്ട് മെമ്മറൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇത് പറയാൻ പറ്റുക? ആക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ആണ് അല്ലെങ്കിൽ പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. 1, ചെയ്തു പഠിക്കുക. ചെയ്തു പഠിക്കുക എന്ന് വെച്ചാൽ ലേണിംഗ് ബൈ ഡൂയിങ്, അത് പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അല്ലെ? ചെയ്തു പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്, അത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ 1 നമുക്ക് എന്തായാലും ഇതിനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. നെക്സ്റ്റ്, ശിശു കേന്ദ്രീകൃത സമീപനം, ചൈൽഡ് സെന്റേഡ് അപ്രോച്ച്. ശരിയല്ലേ? അത് പിന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എല്ലാത്തിനും ചൈൽഡിന് തന്നെയാണ് ഇമ്പോർട്ടന്റ്, ചൈൽഡ് സെന്റേഡ് തന്നെയാണ് വരുന്നത്. പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷത തന്നെയാണ് അതും. അപ്പൊ അതും ശരിയാണ്. നെക്സ്റ്റ്, സജീവ പങ്കാളിത്തം. പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. പാർട്ടിസിപ്പേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ അതിൽ തന്നെ ഉണ്ടാവും, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും അല്ലെ? അതും ശരി തന്നെയാണ്. മനഃപാഠമാക്കൽ, റോട്ട് മെമ്മറൈസേഷൻ എന്ന് പറയുന്നത് എന്തല്ല, അതൊരിക്കലും ഒരു കൃത്യമായ ഒരു പഠനത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടർ അല്ല. അത് നമ്മൾ ഒരിക്കലും അതിൽ ഉൾപ്പെടുത്താനും പാടില്ല ഒന്നിനും. ഓക്കെ, അത് ശ്രദ്ധിക്കണം, അതൊരു നെഗറ്റീവ് സാധനമാണ്. അപ്പൊ 1, 2, 3 ഇന്ന് വെച്ചാൽ മെമ്മറൈസേഷൻ അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ള സിസ്റ്റമേ ഇല്ല അല്ലെ? മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ 1, 2, 3 വരുവേ. ഏതൊക്കെയുള്ള നോക്കിയേ? 1, 2, 3 വരുന്നത് 1, 2 ഓപ്ഷൻ ഡിയിൽ 1, 2, 3 എന്നിവ മാത്രം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ,
റെഡി ആണല്ലോ? അപ്പോൾ 1, 2, 3 ആണ് വരിക. അടുത്ത നമുക്കൊരു ക്വസ്റ്റിലേക്ക് വരാം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യത്തിലേക്ക് വരാം. കഴിവ് വർദ്ധിക്കുന്നതിനനുസൃതമായി പഠനത്തിനുള്ള പിന്തുണ ക്രമേണ പിൻവലിക്കുന്ന പ്രക്രിയയാണ് ഡാഷ്. The process of gradual withdrawal of support in learning as competence increased is called. ഏതാ വരിക? കഴിവ് വർദ്ധിക്കുന്നതിനനുസൃതമായിട്ട് പഠനത്തിലുള്ള പിന്തുണ ക്രമേണ പിൻവലിക്കുന്നു. അതെന്താണെന്നാണ് ചോദിച്ചത്. സ്കഫോൾഡിംഗ്, അനുബന്ധനം ഓർ കണ്ടീഷനിങ്, സാമാന്യവൽക്കരണം ഓർ ജനറലൈസേഷൻ ആൻഡ് സമായോജനം അക്കോമഡേഷൻ. നമുക്ക് ഏതാ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുക? കഴിവ് വർദ്ധിക്കുന്നതിനനുസൃതമായിട്ട് പഠനത്തിനുള്ള പിന്തുണ ക്രമേണ പിൻവലിക്കുന്ന പ്രക്രിയ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക ആൻസർ സ്കഫോൾഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഒരു കുട്ടിയുടെ ഒരു മിനിമം ലെവലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കൈത്താങ് കൊടുത്തുകൊണ്ട് അവനെ കയറ്റുവാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ സപ്പോർട്ട് മെല്ലെ പിൻവലിക്കാം. കാരണം പിന്നെ നമ്മൾ എപ്പോഴും അവനെ വീണ്ടും ഉയർത്തേണ്ടതില്ല. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പിന്തുണ നമുക്ക് ക്രമേണ പിൻവലിക്കാനായിട്ട് പറ്റണം. അങ്ങനെയാണ് അത് പറയുന്നത്. അപ്പൊ സ്കഫോൾഡിംഗ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ്, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്കഫോൾഡിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ അറിയുന്നവർ എന്താണ് ഇതിൽ കമന്റ് ചെയ്യണം. സ്കഫോൾഡിംഗ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, സെറ്റ് പി ഡി ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. നെക്സ്റ്റ്, പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഡാഷ്. ദി ഗ്രീക്ക് കൺസെപ്റ്റ് ഇൻ പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. പിയാഷയെ ബന്ധപ്പെട്ടാണ്. ഒന്ന്, സർപ്പിള കരിക്കുലം അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലം ആണോ അല്ലയോ? പിയാഷെ ആണോ? അല്ലല്ലോ. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ബ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമില്ല, സർപ്പിള കരിക്കുലത്തിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, സ്വാംശീകരണവും സമായോജനവും, അസിമിലേഷൻ ആൻഡ് അക്കോമോഡേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പിയാഷെയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് അല്ലേ? നമുക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ്, പിന്നെന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇവിടെ തൊടുത്ത പൗരാണികമായിട്ട് ബന്ധനമല്ല, പൗരാണികമാണ് കേട്ടോ. പൗരാണിക അനുബന്ധനമാണ്. പൗരാണിക അനുബന്ധനം എന്നാണ് വരിക. പൗരാണിക അല്ല കേട്ടോ. ടൈപ്പിംഗ് എന്തോ ഇവിടെ എറർ വന്നതായിരിക്കും. ഇതെന്തായാലും അല്ല. നിങ്ങൾക്ക് പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അറിയാലോ, പാവലോയി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ സെറ്റ്പീഡിയും സ്കഫോൾഡിങ്ങും ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് നിങ്ങൾ എന്തായാലും പറയും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെന്തായാലും ഇദ്ദേഹമല്ല, പിയാഷെ അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് തന്നെയാണ് ഓപ്ഷൻ ബി തന്നെയാണ്, സ്വാംശീകരണവും സമായോജനവും. ഓക്കെ, അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. ക്ലാസ് വർക്കുകൾ കൃത്യസമയത്ത് ചെയ്തു തീർത്ത കുട്ടികൾക്ക് അധിക ഗൃഹപാഠം നൽകുന്നത് അധ്യാപകൻ നിർത്തലാക്കി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ക്ലാസ് വർക്ക് കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തില്ല, അധികമായി കൊടുക്കുന്ന ഹോംവർക്ക് ഒക്കെ ആ ടീച്ചർ നിർത്തലാക്കി കൊടുക്കും അല്ലേ? ശരിക്കും ഹോംവർക്ക് കൊടുക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഗുണാത്മക പ്രബലനം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഋണാത്മക പ്രബലനം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പിന്നെ ശിക്ഷ പണിഷ്മെന്റ്, അതുപോലെ എക്സ്റ്റിങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ വരുക? ക്ലാസ് വർക്ക് കൃത്യസമയത്ത് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അവന് അധികം ഗൃഹപാഠം നൽകൂല, അധ്യാപനം നിർത്തലാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ പറയാനായിട്ട് പറ്റുന്നത് ഏതാണ്? സംശയം വേണ്ട, ഋണാത്മക പ്രബലനമാണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, ഇത് ഇതിന് മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ശരി, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ പൊതുവെ ഇതിന്റെ പിന്നെ ലെവൽ എങ്ങനെയുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് കഴിഞ്ഞ നോർമൽ കേട്ടിട്ട് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നോക്കിയത് വെച്ച് നോക്കുമ്പോൾ അതുവരെ ഉള്ള നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് വളരെ സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ എക്സാം ആയതുകൊണ്ട് ഒരു പക്ഷേ സിമ്പിൾ ആക്കിയതാണോ എന്നൊരു തോന്നലുണ്ട്. അതല്ലാതെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ എക്സാം ഇതേ ലെവലിൽ തന്നെ അത്രയും സിമ്പിൾ ആക്കിയിട്ട് പോകണം. അങ്ങനെയാണ് നമുക്ക് പറയാം എല്ലാം ഒരേ ലെവലിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സർവീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആക്കിയിട്ട് കുറച്ച് ടഫ് ഒക്കെ കുറച്ച് എങ്ങനെയെങ്കിലും അവർ പിന്നെ ക്വാളിഫൈ ചെയ്ത് പോകട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്തതാണ് എന്ന് നമുക്ക് പറയാം. കാരണം അത്യാവശ്യം ഇത് അത്ര വലിയ ലെവലൊന്നല്ല. ഇതിലും കുറച്ച് ടഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ തോന്നിയത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയത് പ്രകാരം അല്ലെ നിങ്ങൾക്കും ഏറെക്കുറെ തോന്നിയിട്ടുണ്ടാവും. അത്യാവശ്യം എല്ലാം എന്ന് വെച്ചാൽ എല്ലാവർക്കും 30 കിട്ടുമെന്നല്ല പറയുന്നത്. ഒരു അത്യാവശ്യം ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വൗ ഫീലിംഗ് ഉണ്ടാവും. അതായത് ഏകദേശം നമുക്ക് അറിയുന്ന നമ്മൾ പഠിച്ച് കടന്നുപോയ ടോപ്പിക്കിലൂടെ തന്നെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് അറിയിക്കുക. എന്തായാലും എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തടുത്ത കാര്യങ്ങൾ നോക്കുക, റിവിഷൻ ഒക്കെ നടത്താനാണ് അത് ചെയ്യുക. നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ കുറേ കാര്യങ്ങൾ, അതൊക്കെ മറന്നു പോകുന്ന നോക്കി ഒന്ന് പെട്ടെന്ന് ഇനിയുള്ള സമയങ്ങളിൽ വായിച്ചു പോവുക. പിന്നെ ആർക്കും എന്തെങ്കിലും തരത്തിൽ പേടികളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, നമുക്കെന്തും ചെയ്യാം. ഓക്കെ, പേടികളെല്ലാം ഒഴിവാക്കണം. പേടികൾ വന്നാൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു സെഷൻ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.